ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഉള്ളിവടയും കാപ്പിയാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവോള, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ച സവോള എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ച ഈ കൂട്ടിലേക്ക് നമുക്ക് 2-3 സ്പൂൺ മൈദമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒട്ടും ചേർക്കാതെ ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ചെറിയ ബോളുകളായി ഈ പരുവത്തിൽ കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് പരത്തി നമുക്ക് തിന്നായിട്ട് പരത്തണം, അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല. അത് എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ വെയിറ്റിങ്ങിലാണ്. ടേസ്റ്റ് ഉണ്ടാവുമോ, അതെങ്ങനെ ആയിരിക്കും, നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചൊരു രീതിയിൽ കിട്ടുമോ എന്നൊക്കെ അറിയാൻ ഇനി നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ലുക്ക് ഇച്ചിരി കുറവാണെങ്കിലും ടേസ്റ്റ് കാണുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്താണെങ്കിലും. ഇതിൻ്റെ കൂട്ടത്തിലൊരു കാപ്പിയും കൂടി ആയാലോ. അപ്പം ഈ കാപ്പി റെഡി ആകുന്ന സമയം കൊണ്ട് ഞാനൊരു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഉള്ളിവട നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്, സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കാം. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.